ഗർഭിണിയായ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കണ്ണൂരിലെ ആശുപത്രിയിൽ യുവാവിന്റെ അതിക്രമം. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലേബർ റൂമിൽ അതിക്രമിച്ചു കയറിയ യുവാവ് ഫർണിച്ചറുകളും ചില്ലുവാതിലുകളും അടിച്ചു തകർത്തു. പ്രതി കാഞ്ഞങ്ങാട് സ്വദേശി റാഷിദിനെ ബലം പ്രയോഗിച്ചാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ലഹരി ഉപയോഗിച്ചാണോ അക്രമമെന്ന് പോലീസ് സംശയിക്കുന്നു. വെള്ളിയാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പിലെ സയ്യിദ് മുഹമ്മദിന്റെ മകൻ റാഷിദിനെയാണ് പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ഗർഭിണിയായ ഭാര്യയെ ഡോക്ടർമാരുടെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം. ജീവനക്കാർ ഇത് അംഗീകരിക്കാതെ വന്നതോടെ റാഷിദ് ലേബർ റൂം കൈകൊണ്ട് അടിച്ചു തകർക്കുകയായിരുന്നു. ഫർണിച്ചറുകളും ഗ്ലാസ് ഡോറുകളും തകർത്ത ഇയാൾ നഴ്സിംഗ് ഓഫീസർ സനലയെ അസഭ്യം പറയുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ പരിയാരം പോലീസും സുരക്ഷാ ജീവനക്കാരും ഏറെ പണിപ്പെട്ടാണ് റാഷിദിനെ കീഴ്പ്പെടുത്തിയത്. സംഭവത്തിൽ 15,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. അക്രമം നടത്തുന്നതിനിടെ പരിക്കേറ്റ ഇയാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ഉച്ചയോടെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. നഴ്സിംഗ് ഓഫീസർ സനിലയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് റാഷിദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുന്നതും ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറുന്നതും സംസ്ഥാന സർക്കാർ പാസാക്കിയ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ്. ഈ വകുപ്പാണ് പരിയാരം പോലീസ് പ്രതിക്കെതിരെ ചുമത്തിയത്. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.